കെട്ട് കഴിഞ്ഞ് ആഴ്ച ഒന്നാകുന്നതിന് മുൻപേ നിങ്ങൾ തന്നെ എങ്ങോട്ടാ ചായയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്? ആൾതാമസം തീരെ കുറഞ്ഞ ഒരു കാടിന്റെ പ്രതീതിയിലേക്ക് ബൈക്ക് സവാരി നീണ്ടപ്പോൾ ആനിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അച്ചായ, ഒന്ന് പറഞ്ഞിട്ട് പോകുന്നേ. റോഡിനിരുവശവും പൊക്കത്തിൽ മുളയും വള്ളിപ്പടർപ്പുകളും. വീടിന്റെ തൊടിയിൽ കാണാറുള്ളതിലും വലിപ്പമുള്ള അണ്ണാറക്കണ്ണന്മാർ മരങ്ങളിൽ ഓടിക്കേറുന്നു. ഏതൊക്കെയോ കാട്ടുപൂവിന്റെ ഗന്ധം മൂക്കിൽ വലിച്ചു കയറ്റിയിട്ടാവണം വല്ലാത്ത തലവേദനയും. ഇതേതോ വനത്തിലേക്ക് തന്നെയാ, സംശയമില്ല. പണ്ട് ഇങ്ങേർക്ക് പ്രേമമുണ്ടായിരുന്നുവെന്നും അവൾ കെട്ടുപൊട്ടിച്ച് തിരികെ വീട്ടിൽ വന്ന് നിൽക്കുന്നുമൊക്കെ ഇന്നലെ തന്നെ കാണാൻ വന്ന പാടെ അയലത്തെ അമ്മച്ചി പറഞ്ഞിരുന്നു. എല്ലാം കൂടി ചേർത്ത് വായിച്ചാൽ ഇതൊരു കെണിയാണെന്ന് ഉറപ്പ്. ഒന്ന് കറങ്ങി വരാനാ നീ ഫോണൊന്നും എടുക്കണ്ടെന്ന് ഈ ചതികൻ പറഞ്ഞത് ഇതിനായിരുന്നല്ലേ? എന്നെ തട്ടിയിട്ട് രണ്ടാം കെട്ടുകാരനാകാനുള്ള പൂതി അങ്ങ് പുളിങ്കൊമ്പിൽ ഇരിക്കത്തേ ഉള്ളൂ. ശരിയാക്കി തരാം. അവളിലെ ധൈര്യശാലിയായ യുവതി സർവശക്തിയിൽ ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ വണ്ടി നിർത്തുന്നുണ്ടോ? എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് മതി യാത്ര. ഇല്ലെങ്കിൽ എടുത്ത് ചാടും ഞാൻ. ചാടല്ലേ ചാടല്ലേ? അപ്പോൾ സ്നേഹമുണ്ട്. എനിക്ക് ചാടില്ല, പറ. അതല്ല, കുറച്ച് മുൻപോട്ട് പോയാൽ റോഡ് സൈഡിൽ നല്ല താഴ്ചയുണ്ട്. അവിടെ ചാടുന്നതാണ് നല്ലത്. ഇവിടത്തെ ചാടിയാൽ പിറകിന് വരുന്ന ഏതെങ്കിലും വിവരദോഷികൾ പൊക്കിയെടുത്ത് ആശുപത്രിയിലാക്കും. ഞാൻ പറഞ്ഞ സ്പോട്ടാകുമ്പോൾ കാര്യങ്ങൾ നീറ്റായിരിക്കും. എപ്പടി? അത് പോരെ ആനി? ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിട്ടാ ചായ? വേണ്ടായിരുന്നെങ്കിൽ എന്തിനാ എന്നെ കെട്ടിക്കൊണ്ട് പോകുന്നത്? കൊല്ലാനാ? ചീവീട് ചിലയ്ക്കും പോലെ മനുഷ്യന്റെ ചെവിക്കകത്ത് കയറിയിരുന്ന് കഥാപ്രസംഗം നടത്താതെ. ഞാൻ നിന്നെ കൊല്ലാനും തിന്നാനും ഒന്നും പോവില്ല എൻ്റെ കൊച്ചേ. നിനക്ക് ഒരാളെ കാട്ടിത്തരാനാ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആരാണെന്നും എന്താണെന്നും പറയുമ്പോൾ നീ എൻ്റെ മേലെ കുതിര കയറരുത്. നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന കൂട്ടത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുക. എന്നെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നതല്ല, സത്യമായതേ നീ വിശ്വസിക്കാവൂ. അതിനാണ് ഈ യാത്ര. ഈ ഭൂമിയിൽ മറ്റൊരാളെയും ഇത് ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്നാൽ നിന്നെ ഇത് അറിയിക്കുക എന്നത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് മാത്രം. ഒരു മൂളൽ മാത്രമായിരുന്നു ആനിയുടെ പ്രതികരണം. ഉള്ളിലെന്തോ ഒരു നോവ് പടരുന്നത് പോലെ. എന്നെ കൂടാതെ വേറെ ഏതെങ്കിലും പെണ്ണുമായി എന്തെങ്കിലും ഓർത്തപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ. എനിക്കിത്തിരി വെള്ളം വേണം. ഇതാ എത്താറായി. വെള്ളമൊക്കെ എവിടെ നിന്ന് കുടിച്ചാൽ പോരെ? ക്ഷീണം വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ പുറത്ത് ചാരി കിടന്നോളൂ എന്ന് കൂടി. ഏയ്, അതിനുള്ള അർഹത ഇനി ഉണ്ടാവുമോ എന്നൊരു ചോദ്യം നാവിൽ തങ്ങിക്കിടന്നതല്ലാതെ അവളൊന്നും വേണ്ടിയില്ല. മനസ്സാകെ തളർന്നു പോകുന്നത് പോലെ. ഒടുവിൽ ബൈക്ക് നിർത്തിയപ്പോൾ ജീവനില്ലാത്ത ശരീരം കണക്കെ ഭൂമിക്ക് മേലെ ഉയർന്നു നിൽക്കുന്ന പ്രതീതിയായിരുന്നു അവളിൽ. ഇനി ഇത്തിരി നടക്കണം. കയറ്റമാണ്. വയ്യെങ്കിൽ ഓഫറുണ്ട്. എടുത്തുകൊണ്ട് പോകാൻ ഞാൻ തയ്യാറാണ്. വേണ്ട, ഞാൻ നടന്നോളാം. ഒഴിഞ്ഞു മാറുന്ന മട്ടിലായിരുന്നു അവരുടെ പ്രതികരണമെല്ലാം. ആനി, താൻ ഇപ്പോഴേ ഇങ്ങനായാൽ എങ്ങനാ? ഞാൻ തനിക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോക്കിൽ നിന്നും ഒരു ആശ്വാസമായിക്കോട്ടെ എന്ന് കരുതിയാണ് മുൻകൂട്ടി ഒരു ആമുഖം തന്നത്. ഇല്ല, ഞാൻ വരുന്നില്ല. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നെനിക്കറിയില്ല. എനിക്കിനി അത് അറിയുകയും വേണ്ട. ഞാൻ നിങ്ങളുടെ പെണ്ണ എന്നത് മറന്നു പോകരുത്. താൻ പാടോ ധൈര്യമായിട്ട്. ആ ഒരൊറ്റ തോന്നലുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അവൻ അവൾക്ക് നേരെ കൈകൾ നീട്ടി. ആ കൈകളിൽ പിടിക്കാൻ കൂട്ടാക്കാതെ നിറഞ്ഞ കണ്ണുമായി അവന് പിന്നാലെ ശവം കണക്കെ അവൾ നടന്നു. കയറ്റം ചെന്ന് നിന്നത് ഒരു കൊച്ചു വീടിന്റെ മുറ്റത്താണ്. തീരെ വൃത്തിയും വെടുപ്പുമില്ലാത്ത പരിസരം. പഴുത്തതും പഴുക്കേറിയതുമായ മാങ്ങയും മാവിലയുമാണ് മുറ്റം നിറയെ. കറുപ്പ് നിറത്തിലുള്ള അട്ടകൾ ആരെയും കൂസാതെ തേരാപ്പാര ഇഴഞ്ഞു നടക്കുന്നു. മടിക്കാതെ കയറുക. മനസ്സില്ലാ മനസ്സോടെ അവളും പിന്നാലെ നടന്നു. ഒരുവിധം ഉള്ളിൽ കയറിപ്പറ്റി. തിണ്ണയിൽ ആകെ നായയുടെ രോമം. ഒന്നും കൂസാതെ അവൻ ചെന്ന് കതകിന് തട്ടി. രാജി. വിളി കേട്ടതും ആനയുടെ നെഞ്ചു പിടഞ്ഞു. പെണ്ണു തന്നെ. അപ്പോൾ താൻ ചിന്തിച്ചു കൂട്ടിയ വഴിയെ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. അല്പം കഴിഞ്ഞു. വെളുത്ത് കുലന്തിനെയുള്ള ഒരു കൊച്ചു പെണ്ണ് വാതിൽ തുറന്നു. ആനിയുടെ കണ്ണിൽ പക പൊന്തി. കണ്ണുനീരിന്റെ ഉറവയായിരുന്നു അപ്പോഴും. ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൾ സാരിത്തലപ്പ് കൊണ്ടതിനെ തുടച്ചു മാറ്റി. മുഖത്തൊരു ചിരി വരുത്താൻ വിഫല ശ്രമം നടത്തി. കേറുക. അവളുടെ ശബ്ദം കേട്ടതും ആനിയുടെ നോട്ടം അവന്റെ മുഖത്തേക്കായിരുന്നു. അവനിലെ ഭാവവ്യത്യാസങ്ങളെ അവൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആനി, ഇത് രാജി. ഒരു പക്ഷേ ഇനി നീ എന്നെപ്പറ്റി കേൾക്കാൻ സാധ്യതയുള്ള കഥകളിലെ നായികയുടെ മുഖമാണിത്. ഈ കൊച്ചു പെണ്ണുമായിട്ട് നിങ്ങൾ? ശബ്ദം പുറത്തേക്ക് വന്നില്ല. സാരി തൽപ്പ് കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചവൾ കരയാൻ തുടങ്ങിയിരുന്നു. എടി, നീയൊന്ന് സമാധാനിക്ക്. ഞാൻ മുഴുവൻ പറഞ്ഞു തീർക്കട്ടെ. എനിക്ക് 10-23 വയസ്സ് പ്രായമുള്ളപ്പോൾ, അതായത് 8 വർഷം മുൻപ്, കൂട്ടുകാരുമൊത്ത് ഒരു പെണ്ണിന്റെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. പ്രായത്തിന്റെ ചുറ്റിക്കളികളിൽ ഒന്നായിട്ട് മാത്രമേ അന്ന് അതിനെ കണ്ടുള്ളൂ. രാത്രിയുടെ മറവിൽ ഏത് ഊടുവഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് ഒടുവിൽ പുള്ളിക്കാരിയുടെ വീട്ടിലെത്തി. ഉള്ളിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞിരുന്നു. കൂടെയുള്ളവർ ഓരോരുത്തരായി പോയി വന്നപ്പോൾ ഒടുവിൽ തന്റെ ഊഴമായി. കതക് തുറന്നു ചെന്നപ്പോൾ മധ്യവയസ്കയായ സ്ത്രീ പുറം തിരിഞ്ഞു നിൽക്കുന്നു. ഇവരുടെ ശരീരത്തെക്കുറിച്ചാണോ പല ദിവസമായി പല പല കഥകൾ മാറിക്കേട്ടത് എന്ന് തോന്നി.
തൻ്റെ അമ്മയോട് അല്ലെങ്കിൽ തനിക്ക് മൂത്ത പെങ്ങളോട് തനിക്കിത് ചെയ്യാനാകുമോ എന്ന് തോന്നി. ഇവരുടെ സ്ഥാനത്ത് ഒരു കൊച്ചു പെൺകുട്ടി ആയിരുന്നെങ്കിൽ താൻ ഇത്തരത്തിൽ ചിന്തിക്കുമോ എന്ന് കൂടി ഓർത്തു. ഇതിനെ അവന്മാരോട് പോയി പറഞ്ഞാൽ പരിഹാസം വേറെ. ഇട്ടിരുന്ന ഷർട്ട് വിയർപ്പിൽ കുതിരാൻ തുടങ്ങി. എൻ്റെ പരിഭ്രമം മനസ്സിലാക്കിയിട്ടെന്നോണം തിരിഞ്ഞു നോക്കാതെ അവർ അവിടെ തന്നെ നിന്നു. അമ്മയെന്നോ പെങ്ങളെന്നോ ഒരു പരിഗണന എനിക്ക് ഇതുവരെ ആരും തന്നിട്ടില്ല. അത് ഓർത്തിട്ടാണെങ്കിൽ മടിക്കേണ്ട. എനിക്കിത് പുതിയ കാര്യമല്ല. എനിക്കെന്തോ. പതിയെ മുഖം തിരിച്ചവർ നോക്കിയപ്പോൾ തൻ്റെയും ആ സ്ത്രീയുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. മുന്നിൽ നിന്നത് മറ്റാരുമല്ലായിരുന്നു, എൻ്റെ ഏറ്റവും മൂത്ത ഏട്ടൻ്റെ ഭാര്യ, എൻ്റെ ഏട്ടത്തി. എൻ്റെ അമ്മയ്ക്ക് ശേഷം എന്നെ കൊഞ്ചിച്ച് വളർത്തിയ എൻ്റെ അമ്മ. വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു കൂടിക്കാഴ്ച അങ്ങനെ ആവുമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചതാവാം. എങ്കിലും അന്ന് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കുടിച്ചിലേക്ക് കേട്ട് പാതിരാത്രിയിൽ കയറി വരുന്ന ഏട്ടൻ്റെ തല്ലും കൊണ്ടവർ ഒരുപാട് നൊന്താണ് അന്ന് ഞങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്നത്. അന്നൊക്കെ അമ്മയ്ക്ക് അവരോട് വല്ലാത്ത സ്നേഹവും ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അമ്മ ഏട്ടത്തിൽ നിന്നും അകന്നു. അവരെ നാട്ടുകാരുടെ മുമ്പിൽ തുറന്നടത്തിപ്പുകാരിയാക്കി. ഒടുവിൽ വീട് വിട്ടിറങ്ങിയ പാവത്തിനെ ആരും അന്വേഷിച്ചില്ല. ഈ ഞാൻ പോലും. അന്നൊന്നും തനിക്ക് പ്രതികരിക്കാൻ കഴിവില്ലായിരുന്നു. ചോദ്യം ചോദിക്കാൻ പ്രാപ്തിയായപ്പോഴേക്കും ഉത്തരം നൽകേണ്ടയാൾ മണ്ണിനടിയിലേക്ക് മാഞ്ഞു. നിനക്കറിയാവുന്ന കഥ അവിടെ അവസാനിച്ചു മോനെ. പക്ഷേ അന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ഏട്ടത്തിയെ നിനക്കറിയാം. കൂട്ടിരിക്കാൻ കൂടി ആളില്ലാതെ നിന്റെ ചേട്ടൻ്റെ ചോരയെ ഞാൻ നൊന്തുപെറ്റത് അറിഞ്ഞു ആരെങ്കിലും? പിഴച്ചവൾ എന്ന പട്ടം പിന്നീട് എനിക്ക് പുണ്യമായി തീർന്നു. ഒരു പിഞ്ചു കുഞ്ഞിനെയും ചുമന്ന് എനിക്ക് അന്നം തേടി പോകാൻ പരിമിതികളുണ്ടായി. അപ്പോൾ തൻ്റെ അരികിലേക്ക് അന്നം വരുന്ന മാർഗത്തെപ്പറ്റി മാത്രമായി ചിന്ത. അത് ഒടുവിൽ ഇങ്ങനെയായി. പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. എങ്ങനെയും അവിടെ നിന്ന് ഇറങ്ങിപ്പോരണം, അതായിരുന്നു ചിന്ത. തിരികെ നടന്നപ്പോൾ ഒരു ചോദ്യം മാത്രം ബാക്കി. എന്നിട്ട് ഏട്ടൻ്റെ കുഞ്ഞെവിടെ? അതൊന്നും ചോദിക്കാൻ തനിക്ക് കഴിയാതെ പോയല്ലോ. അന്നും ഇന്നും പാപം ചുമക്കുന്നത് ആ പാവം സ്ത്രീ മാത്രമാണെന്നൊരു തോന്നൽ. തന്നെ കണ്ടതും ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ അളിയ എന്നൊരു ചോദ്യമായിരുന്നു തന്നെ കാത്തിരുന്നവന്മാർ ചോദിച്ചത്. കൂട്ടുകാരുടെ ചോദ്യത്തിനൊന്നും മറുപടി നൽകാതെ അവരോടൊപ്പം ബൈക്കിൽ കയറി വീട്ടിലേക്ക് പോന്നു. ഇവൻ എന്താ പറ്റിയേ? അവരന്യോന്യം ചോദിച്ചുകൊണ്ടേയിരുന്നു യാത്രയിൽ ഉടനീളം. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാകും എന്ന ചിന്തയായിരുന്നു മനസ്സിലാകെ. ഭിത്തിയിലെ അമ്മയുടെയും ഏട്ടൻ്റെയും ചിത്രങ്ങളിൽ മാറി മാറി നോക്കി. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു കൂട്ടുന്നതെല്ലാം കുന്നുകൂടുന്നത് നിരപരാധികളുടെ തലയിലാണ്. കുറച്ചു ദിവസം അങ്ങനെ പുറം ലോകവുമായി ബന്ധമില്ലാതെ കടന്നുപോയി. മനസ്സൊന്ന് പഴയതുപോലെ ആകുവാൻ പുറത്തേക്കിറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് വിതരണത്തിന് പോകാൻ ഒരു വിളി വന്നു. കൂടെ പോകാമെന്ന് തീരുമാനിച്ചു. അവിടെ ചെന്നിറങ്ങിയതും കണ്ടത് ഓട്ടോയിൽ വന്നിറങ്ങിയ ഏട്ടത്തിയെ, കൂടെ ഒരു കൊച്ചു പെൺകുട്ടി. എവിടെയൊക്കെയോ ഏട്ടന്റെ ഛായ അവളിൽ ഉണ്ടെന്ന് ഉറപ്പാക്കിയതോടെ അടുത്തേക്ക് ചെന്നു. ഏട്ടത്തി എന്നൊന്ന് വിളിച്ചു. പിന്തിരിഞ്ഞു നോക്കിയിട്ട് ഓട്ടോയ്ക്ക് കാശ് കൊടുത്തു. വിളിക്കേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ. അവരൊന്ന് നോക്കുന്നത് പോലുമില്ല. അല്പം കഴിഞ്ഞ് ആ കുട്ടിയുടെ കൈ പിടിച്ചവൾ അരികിലേക്ക് വന്നു തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ചെറിയച്ഛനാണെന്ന് കൂടി പറഞ്ഞപ്പോൾ ആ കുട്ടി തന്നെ നോക്കി ഒന്ന് ചിരിച്ചു. കുറച്ചു നേരത്തെ സംസാരത്തിൽ നിന്നും ഏട്ടത്തിക്ക് പനി, ഡോക്ടറെ കാണാൻ വന്നതാണെന്നും പറഞ്ഞു തിരികെ നടന്നു. അപ്പോഴാണ് സാരിയുടെ പിന്നിലായി പലയിടത്തായി രക്തക്കറ പോലെ. അത് ആരും ശ്രദ്ധിക്കാതിരിക്കാൻ സാരി തലപ്പ് കൊണ്ടവർ മറച്ചു പിടിക്കുന്നു. രണ്ടും കൽപ്പിച്ച് പിന്നാലെ ചെന്നവരുടെ കയ്യിൽ പിടിച്ചു. ആ പഴയ അനിയൻകുട്ടനായിട്ടാണ് മുന്നിൽ നിൽക്കുന്നത്. ആ പഴയ സ്നേഹത്തിൽ നിന്നും ഒരു കുറവുമില്ല. സത്യം പറ, എന്താ വയ്യാഴിക? ഞാൻ കൂടെ വരാം. ഒന്നുമില്ലടാ മോനെ, പനി, അത്ര തന്നെ. കള്ളം പറയരുത്. ഈ കുഞ്ഞിന് നിങ്ങളല്ലേ ഉള്ളൂ ഭൂമിയിൽ. ഇനിയെങ്കിലും സത്യം പറ. ആളൊഴിഞ്ഞ വരാന്തയിലേക്ക് അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. മോനെ, ശരീരം വിറ്റ് തിന്നുന്നവർക്ക് വരാൻ യോഗ്യതയുള്ള രോഗം തന്നെയാ ദൈവം തന്നത്. അതുമല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ചുമക്കുന്ന കാലത്തും അതിനു മുൻപും കൂടെ കൂടിയവന്റെ അടിയും ഇടിയും കണക്കില്ലാതെ കൈപ്പറ്റിയതിന്റെ പെൻഷനാകും. പ്രായമാവുമ്പോഴല്ലേ ശരീരം പിണങ്ങും. ഇനി അധിക കാലം ഞാൻ ഉണ്ടാവില്ല. എൻ്റെ കുഞ്ഞ് എന്നെപ്പോലെ ആവരുത്. അവളെ സംരക്ഷിക്കണം. വിശ്വസിച്ചേൽപ്പിക്കാൻ എനിക്ക് ആരുമില്ല. അന്ന് തൊട്ട് ഇന്നോളം അവർക്ക് അന്നവും മരുന്ന് എത്തിച്ചു കൊടുക്കുന്നത് ഞാനാണ്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഏട്ടത്തി മരിച്ചു. മരണത്തിന്റെ അന്ന് വരെ എന്നെയും അവരെയും പറ്റിയുള്ള അവിഹിത കഥകൾ നാട്ടിൽ പടർന്നു. അവർക്ക് ശേഷം ഈ കുഞ്ഞിന്റെ പേര് കൂട്ടി. അതാ അനി ഞാൻ പറഞ്ഞത്, നീ ഇനി ചിലപ്പോൾ കേട്ടേക്കാവുന്ന കഥയിലെ നായിക ആണ് ഈ കുട്ടിയെന്ന്. സത്യമെന്തെന്ന് ആരും അന്വേഷിച്ചില്ല. തുണിയില്ലാത്ത പെണ്ണിന് സഹായം ചെയ്യുന്നവർക്കെല്ലാം ലക്ഷ്യമൊന്നേ അവർക്ക് അറിവുള്ളായിരുന്നു. രാത്രി ഇവൾക്ക് കൂട്ടുകിടക്കാനും ഇവൾക്ക് കൂട്ടുപോകാനും ഞാനൊരു അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയായി അവർക്ക് സുഖമില്ല. ഈ കാടിനുള്ളിൽ ഈ കുഞ്ഞു വീട്ടിൽ
ഇവളെ ഞാൻ ഒറ്റയ്ക്കിട്ടിട്ട് നമ്മുടെ വീട്ടിൽ സൂചിച്ച് കിടക്കാൻ നീ കഴിയുന്നില്ല നീ. കഴിഞ്ഞ ആഴ്ച വരെ എനിക്ക് ഇവളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വീട്ടിൽ നീയുണ്ടല്ലോ, അവൾക്ക് ചേച്ചിയായി, അമ്മയായി ഒക്കെ. ഇനി എനിക്കൊന്നും പറയാനില്ല. ഇനി നിനക്ക് തീരുമാനിക്കാം ആനി. എന്നോട് ക്ഷമിക്ക ചായ എന്ന് പറഞ്ഞ് ഇരു കൈകളും കൂപ്പി തൊഴാൻ മാത്രമേ അവൾക്കായുള്ളൂ. ഈ മനസ്സ് മാത്രം മതി നമുക്ക് ജീവിക്കാൻ. തിരികെയുള്ള ബൈക്ക് യാത്രയിൽ ഞങ്ങൾക്കിടയിൽ അവളും ഉണ്ടായിരുന്നു. ഇടയിൽ കൈവിരൽ കൊണ്ട് ആനി അവളുടെ നെറ്റിയിലേക്ക് വീണ മുടി ഒതുക്കി കൊടുത്തുകൊണ്ടിരുന്നു. ഹൃദയം നിറയാൻ അയാൾക്ക് അത് തന്നെ ധാരാളമായിരുന്നു. ഇങ്ങനെയുള്ള മനോഹരമായ കുടുംബ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.